വളപട്ടണത്ത് പോലീസ് കണ്ടെടുത്ത ഈ മോഷണം മുതൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണിക്കുകയാണ് 300 പവൻ സ്വർണവും 101 ലക്ഷം രൂപയുടെ പണവും ഉണ്ടായിരുന്നു. തൊട്ട് അയൽവാസിയാണ് മോഷണം നടത്തിയത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ ഒരു കോടി തികച്ച് കണ്ടില്ലെന്നല്ലേ പറഞ്ഞേ? വീണ്ടും കാണാം, ഒന്നുകൂടി കാണാം. വിജയന്റെ ഒരു ഭാഗ്യമേ, ചാക്ക് നിറയെ പണം. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് കമ്മീഷണർ പറഞ്ഞത്. അപ്പോൾ ഈ മോഷണം മുതൽ പ്രദർശിപ്പിക്കുകയാണ്. ഇത് മുഴുവൻ കണ്ടെടുത്തിട്ടുണ്ടെന്ന് കരുതാം, ഒട്ടും നഷ്ടപ്പെടാതെ മുഴുവൻ കണ്ടെടുത്തിട്ടുണ്ടെന്ന് കരുതാം. ഈ 1,21,00,000 മുകളിലാണ് ലിജീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കിടന്നുറങ്ങിയത്. പക്ഷേ മാത്രമല്ല നോട്ട് ശ്രദ്ധിച്ചു, ചൂട് മാറാത്ത നോട്ടാണ്. ഇപ്പം അടിച്ചിറക്കി പോലുണ്ട് കണ്ടാൽ. എന്തായാലും വളപട്ടണം പോലീസ് സ്റ്റേഷനിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 1,21,00,000 രൂപയാണ് ഇയാൾ തൊട്ടയൽപ്പക്കത്തെ അക്ഷറഫ് അല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കവർന്നത്. അവർ 1,21,00,000 രൂപയും 267 പവനും കണ്ടെടുത്തിട്ടുണ്ട്. 300 പവനില്ല, 267 പവൻ നഷ്ടപ്പെട്ടത്. 300 പവനായിരുന്നു അല്ലേ? 267 പവൻ എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ പോലീസിന്റെ കണക്ക് കണ്ടെടുത്തത് അത്രയുമാണ്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം പോലീസ് നായ അന്വേഷണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. തൊട്ടടുത്ത വീടായ ലിജീഷിന്റെ വീട്ടിലേക്ക് കയറിയതുമില്ല. ലിജീഷ് സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, അവിടെ ഈ മോഷണ മുതൽ കാണിക്കുന്ന വിവരമാണ് എന്ന് മനസ്സിലായി. മാധ്യമ പ്രവർത്തകർ കൂടാതെ അവിടെ നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടോ? ഇവിടെ ധാരാളം നാട്ടുകാർ, ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, ഈ വിവരം അറിഞ്ഞ ആളുകൾ, അറസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വ്യാപകമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം വലിയ പോലീസ് സംഘവും ഇവിടെയുണ്ട്. വളപട്ടണം സ്റ്റേഷനിലെയും സമീപ ഈ ടീമിൻ്റെ ഭാഗമായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരും ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഈ മോഷണം മുതൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1 കോടിയോളം രൂപ നഷ്ടമായി എന്നായിരുന്നു. അത് കമ്മീഷണർ തന്നെ നമ്മൾ നേരത്തെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കമ്മീഷണർ തന്നെ അക്കാര്യം പറയുകയും ചെയ്തു. അതായത് 1,21,00,000 രൂപ വീണ്ടെടുക്കാനായി 267 പവൻ സ്വർണവും കണ്ടെടുത്തു. അതായത് തൂക്കം നോക്കിയപ്പോൾ 267 പവൻ ആണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നേരത്തെ 1 വർഷം മുൻപ് കീച്ചേരിയിൽ നടത്തിയ മോഷണം, സമാനമായ രീതിയിൽ 4 ലക്ഷം രൂപയും സ്വർണവും കവർന്ന കേസിൽ വീട്ടിൽ സമാനമായ രീതിയിൽ, സമാനമായ മോഡസ് ഓപ്പറാൻഡിയോട് കൂടി വീട്ടിൽ കയറി മോഷണം നടത്തിയ ആ കേസിൽ ഇയാളുടെ വിരലടയാളം യോജിച്ചിട്ടുണ്ട്. അതായത് ആ കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. ഒപ്പം പ്രതി കുറ്റസമ്മതം നടത്തി എന്ന കാര്യവും പറഞ്ഞു. ഒപ്പം പ്രധാനമായും CCTV ദൃശ്യങ്ങളിലെ സൂചനകൾ തന്നെയാണ് നിർണായക ലീഡായി മാറിയത്. ഒപ്പം വിരലടയാളവും യോജിച്ചു. ഒപ്പം ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ, കാരണം നേരത്തെ തന്നെ പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ 100ഓളം CCTV ദൃശ്യങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ നിന്നായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അവ പരിശോധിച്ചു. വിരലടയാളങ്ങളുടെ വിശദമായ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ തന്നെ പ്രധാനപ്പെട്ടത് വീട്ടിലെ 2 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ആ ദൃശ്യങ്ങളിൽ നിന്നുള്ള സൂചനകൾ പരിശോധിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൊട്ട അയൽവാസി തന്നെയായ, അതായത് KP അഷ്റഫിൻ്റെ, അതായത് ഈ നഷ്ടമായ സ്വർണവും പണവും നഷ്ടമായ ഈ മോഷണം നടന്ന വീട്ടിൻ്റെ ഉടമ KP അഷ്റഫിൻ്റെ വീടിൻ്റെ തൊട്ട അയൽവാസിയാണ് ലിജീഷ്. വർഷങ്ങളായി അവിടെ തന്നെ താമസിക്കുന്ന, പതിറ്റാണ്ടുകളായി അയൽവാസികളായി താമസിക്കുന്നവരാണ് ഇവർ. അതായത് ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിയായ ലിജീഷും ഈ വീട്ടുടമയായ അഷ്റഫും താമസിക്കുന്നത് എന്നതാണ് പ്രത്യേകത. മറ്റൊന്ന്, ഈ കൃത്യം നടത്തിയതിനു ശേഷം, മോഷണം നടത്തിയതിനു ശേഷം ഇയാൾ എങ്ങോട്ടും ഒളിവിൽ പോയില്ല. ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ നേരത്തെ പ്രവാസിയായിരുന്നു. അതിനുശേഷം വെൽഡിംഗ് തൊഴിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ നാട്ടിൽ തന്നെ വെൽഡിംഗ് ജോലി ചെയ്യുകയാണ്. ആ വെൽഡിംഗ് ജോലിക്ക് പതിവ് പോലെ പോയി. അതുപോലെ ആളുകളുമായി ഇടപെടുന്നവരോടൊക്കെ പതിവ് പോലെ തന്നെ ഇടപെട്ടു. നമ്മൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. പ്രതിയെ പുറത്തേക്ക് പോലീസ് ഇറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രതിയുടെ മുഖം, അതായത് തിരിച്ചറിയൽ പരേഡ് മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പ്രതിയെ മുഖം തൽക്കാലം മറച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാമെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. അതായത് രണ്ടാമതൊരു മോഷണ കേസ് കൂടിയാണ് ഇദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെടുക എന്നതുകൂടി കാണേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിയെ ഇനി വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വേഗത്തിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ, അതായത് ഫലത്തിൽ ഈ മോഷണം യഥാർത്ഥത്തിൽ വൈകിയാണ് അറിയുന്നത്. 20-ാം തീയതിയാണ് മോഷണം
മോഷണം നടക്കുന്നത്. 24-ാം തീയതിയാണ് കുടുംബാംഗങ്ങൾ തിരിച്ചു വരുമ്പോൾ മാത്രമാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 8 ദിവസത്തിനകം തന്നെ പ്രതിയിലേക്ക് എത്താൻ, റെക്കോർഡ് വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിനായി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ കമ്മീഷണർ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇത്രയും ഉയർന്ന പണവും സ്വർണവും, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട്, ഇത്രയും ഉയർന്ന അളവിലുള്ള പണവും സ്വർണവും ഒരു വീട് കുത്തിത്തുറന്ന് കവർച്ച ചെയ്യുന്ന, മറ്റ് ബാങ്ക് കവർച്ച പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ കവർച്ചകളുണ്ട്, പക്ഷേ ഒരു വീട് കവർച്ച ചെയ്യുന്ന സംസ്ഥാനത്തിന് ഏറ്റവും ഉയർന്ന അളവിലുള്ള ഒരു മോഷണം എന്നതുകൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഈ പണം ഇത്രയധികം പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ തൊണ്ടി മുതലുകളും വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നൊരു സവിശേഷത കൂടി ഈ കേസിനുണ്ട്. മുഴുവൻ തൊണ്ടി മുതലും വീണ്ടെടുക്കാൻ കഴിഞ്ഞ ഒരു കേസ്, ധാരാളം അപൂർവതകളും സവിശേഷതകളും ഒക്കെയുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് കൂടി കാണേണ്ട ഒരു കേസാണ്. അങ്ങനെ ഒരു പ്രാധാന്യമുള്ള സവിശേഷതയുള്ള ഒരു കേസാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ അവർക്ക് അതിലേക്ക് പോകാൻ കഴിഞ്ഞു. കാരണം ഈ പ്രതി ആ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടീഷർട്ട്, ഗ്ലൗസ് ഇവ കത്തിച്ച് കളഞ്ഞു എന്നാണ് പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഇയാൾ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. ഒപ്പം വിരലടയാളം മാച്ചായി. മറ്റൊന്ന്, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളും വിവരങ്ങളുമൊക്കെ, അതായത് ലഭ്യമായ പരമാവധി വിവരങ്ങൾ, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. അന്വേഷണ സംഘത്തെ ഇവിടെ സ്ഥലം MLA അടക്കമുള്ളവർ അഭിനന്ദിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. KV സുമേഷ് MLA അടക്കമുള്ളവർ അന്വേഷണ സംഘം, അതായത് വളരെ റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിയിലേക്ക് എത്താനായി എന്ന് മാത്രമല്ല മുഴുവൻ തൊണ്ടി മുതലുകളും വീണ്ടെടുക്കാൻ കഴിഞ്ഞ ഒരു കേസ്. സാധാരണ പലപ്പോഴും ഒരു ചെറിയ ഭാഗം തൊണ്ടി മുതൽ നഷ്ടപ്പെടാറാണ് പതിവ്, അല്ലെങ്കിൽ മോഷണം മുതൽ പരിപൂർണമായി വീണ്ടെടുക്കാൻ കഴിയാറില്ല. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയാണ്. മറ്റൊന്ന്, ഈ അന്വേഷണമെല്ലാം നടക്കുമ്പോൾ, അതായത് ഈ ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള നായയെ എത്തിക്കുന്നു, പോലീസിൻ്റെ വിശദമായ അന്വേഷണം നടക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരു മതിലിനപ്പുറത്തുള്ള വീട്ടിൽ ഈ പ്രതി ഉണ്ടായിരുന്നു. പതിവ് ദിനചര്യകളൊക്കെ നടത്തിയും പൂർത്തീകരിച്ചുമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. KV സുമേഷ് MLA ആണ്, അഴീക്കോട് MLA ആണ്. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറെ അഭിനന്ദിക്കുന്നതാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിനന്ദനമാണ് യഥാർത്ഥത്തിൽ അറിയിക്കുന്നത്. ആ മോഷണം മുതൽ ഒന്നടങ്കം ഇവിടെ പോലീസ് പ്രദർശിപ്പിച്ചു. അതായത് പൂർണ്ണമായും വീണ്ടെടുത്ത 267 പവൻ, അതായത് സ്വർണ്ണാഭരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ നിയമസഭാ അംഗം KV സുമേഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ 24-ഉം അവരെ അഭിനന്ദിക്കുന്നു. കാരണം ഇത്രയും വേഗത്തിൽ ഒരു ദുരൂഹതയും ബാക്കിയില്ലാതെ ഈ കേസിൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല തൊണ്ടി മുതലൊന്നും നഷ്ടപ്പെട്ടില്ല. തൊണ്ടി മുതലും അയലത്തെ കള്ളനും എന്നല്ലേ നമ്മൾ ഒരുപാട് പേർക്ക് ആ പേര് ചേരുമെന്ന് തോന്നുന്നു. സജോ ദേവസ്യ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഇനി അനന്തര നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല മറ്റാരുടെയും സഹായം ഉണ്ടായതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. SKN ഇതുവരെ മറ്റാരുടെയും സഹായം പ്രതിക്ക് ലഭിച്ചതായി പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ആ സംശയം കൂടി ദൂരീകരിക്കാൻ ആവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ ടീമിൻ്റെ ഭാഗമായ സിറ്റി പോലീസ് കമ്മീഷണർ, ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, ഒപ്പം വളപട്ടണം SHO സുമേഷ്, ഒപ്പം ACP കണ്ണൂർ ACP രത്നകുമാർ, ഒപ്പം ഈ ടീമിൻ്റെ ഭാഗമായ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന നിലയ്ക്കൊക്കെ അവർ ചിത്രത്തിനും ദൃശ്യത്തിനും ഒക്കെയായി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നടപടിക്രമം എന്നത് ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും, നേരെ കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് കൂടി അതിനിടയിൽ, കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപായി പ്രധാനപ്പെട്ട തെളിവെടുപ്പ് കൂടി പൂർത്തിയായേക്കും. മറ്റൊന്ന്, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ പരിശോധനയിലേക്ക് പോകണം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചത് 1 വർഷം മുൻപ് നടത്തിയ മോഷണം ഇദ്ദേഹം തന്നെയാണ് നടത്തിയതെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കേസിൽ കൂടി ഇദ്ദേഹത്തെ പ്രതി ചേർക്കും എന്നാണ് നമ്മൾ അന്വേഷണ സംഘം നേരത്തെ വിശദീകരിച്ച ഒരു കാര്യം. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റൊരു കേസ് കൂടി, മറ്റൊരു മോഷണം കൂടി ഇദ്ദേഹം സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേർന്നത്.